ആണ്. എപ്പോഴും നമുക്ക് മെഡിക്കൽ ഫീൽഡ് ആണെങ്കിലും ഇൻഡസ്ട്രിയൽ ഏരിയ സെക്ടറിലാണെങ്കിലും ഒക്കെ തന്നെ ഏറ്റവും ബ്രേക്ക് ത്രൂ ആയിട്ടുള്ള ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് കെമിസ്ട്രി. ഓക്കെ, ഇപ്പോഴും നല്ല രീതിയിലുള്ള റിസർച്ച് ആക്ടിവിറ്റീസും എല്ലാം നടക്കുന്ന ഒരു ഏരിയയാണ് നമ്മുടെ കെമിസ്ട്രി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് സൗകര്യങ്ങളുണ്ട് അല്ലെ. അതിനെ നമ്മൾ എപ്പോഴും പറയും മോഡേൺ ലിവിങ് എന്ന് പറയും. അപ്പൊ മോഡേൺ ലിവിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒക്കെ തന്ന ഒരു ബ്രാഞ്ചാണ് നമ്മുടെ കെമിസ്ട്രി. അപ്പൊ അതേസമയം കെമിക്കൽ സയൻസ് ഇങ്ങനെ പുരോഗമിച്ചെങ്കിലും നമ്മുടെ എൻവയോൺമെന്റിന് ഏറ്റവും ഹാംഫുൾ ആയിട്ടുള്ള കുറെ ഇഫക്റ്റുകൾ ഈ ഒരു കെമിക്കൽ സയൻസ് മൂലം ഉണ്ടായി വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, പുതിയ കുറെ എൻവയോൺമെന്റൽ ഇഷ്യൂസും ഈ ഒരു കെമിക്കൽ സയൻസിന്റെ കണ്ടുപിടുത്തങ്ങൾ മൂലം ഉണ്ടായി വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസും ഹാംഫുൾ ആയിട്ടുള്ള ഇഫക്റ്റും ഒക്കെ സോൾവ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുന്നത്. അതൊരു കമ്പാരിറ്റീവ്ലി ഒരു പുതിയ കോൺസെപ്റ്റ് ആണ്. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റിലൂടെ നമ്മൾ ഈ പറഞ്ഞ എൻവയോൺമെന്റൽ പ്രോബ്ലംസും അതുപോലെ തന്നെ എൻവയോൺമെന്റിനെ ഹാം ചെയ്യുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസിനെയൊക്കെ ഒരു പരിധി വരെയൊക്കെ ഗ്രീൻ കെമിസ്ട്രിയുടെ ഹെൽപ്പോട് കൂടി അല്ലെങ്കിൽ അതിന്റെ പ്രിൻസിപ്പിൾസിന്റെയും ആപ്ലിക്കേഷൻസിന്റെയും ഒക്കെ ഹെൽപ്പോട് കൂടിയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ഗ്രീൻ കെമിസ്ട്രിയുടെ പ്രസക്തി. അതൊരു റിലേറ്റീവ്ലി പുതിയ കോൺസെപ്റ്റും കൂടെയാണ്. അപ്പൊ ഗ്രീൻ കെമിസ്ട്രി നമ്മൾ എപ്പോഴും സസ്റ്റൈനബിൾ കെമിസ്ട്രി എന്ന് പറയും. നിങ്ങൾ കേട്ടുണ്ടാവും, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നൊക്കെ കേട്ടുണ്ടാവും അല്ലെ. പ്രകൃതിക്ക് ദോഷമൊന്നും വരാത്ത രീതിയിലുള്ള പ്രകൃതിയുമായി ഒത്തുചേർന്നിട്ടുള്ള ഡെവലപ്മെന്റിനെയാണ് നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇവിടെ അതുപോലെ തന്നെയാണ്. ഇതൊരു വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഫിലോസോഫിക്കൽ അപ്രോച്ച് ആണ്. കെമിക്കൽ സയൻസ് തന്നെയാണ് ബേസിക്കലി. പക്ഷെ ഇവിടെ നമ്മൾ ഈ ഗ്രീൻ കെമിസ്ട്രിയെ നമ്മൾ വളരെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിലാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ എൻവയോൺമെന്റൽ പ്രോബ്ലംസ് ഒക്കെ മിറ്റിഗേറ്റ് ചെയ്യാനും കുറയ്ക്കാനും അതുപോലെ തന്നെ ഇൻഡസ്ട്രി നമുക്കറിയാം, ഇൻഡസ്ട്രിയൽ പ്രോസസ് നടക്കുമ്പോൾ ഒരുപാട് നെഗറ്റീവ് ഇമ്പാക്ട്സ് പ്രകൃതിയിൽ ഉണ്ടാവും അല്ലെ. അപ്പൊ അതുപോലെ ഇൻഡസ്ട്രിയിൽ ഉണ്ടായി വരുന്ന ഒരുപാട് കെമിക്കൽ പ്രോഡക്ട്സ് ഉണ്ട്. അപ്പൊ ആ കെമിക്കൽ പ്രോഡക്ട്സും എല്ലാം നമ്മുടെ പ്രകൃതിയിൽ ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാക്കും. അപ്പൊ ഇതിനൊക്കെ ഉള്ള ഒരു സൊല്യൂഷൻ ആണ് നമ്മുടെ സസ്റ്റൈനബിൾ കെമിസ്ട്രി ആയ ഗ്രീൻ കെമിസ്ട്രി. ഓക്കെ, അപ്പോ സാധാരണ നമ്മൾ യാഥാർത്ഥ്യത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മളെ കെമിസ്ട്രി, ഒരു ഗ്രീൻ കെമിസ്ട്രിയിൽ ഒരു സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ആ പ്രിൻസിപ്പിള് നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമുക്ക് അത് ഇഫക്റ്റീവായിട്ട് അതിനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, അപ്പോ നല്ല രീതിയിൽ നമ്മൾ ഈ ഗ്രീൻ കെമിസ്ട്രിയുടെ പ്രിൻസിപ്പിളെ നമ്മൾ നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹസാഡസ് ആയിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽ സബ്സ്റ്റൻസുകളെ ഉണ്ടായി വരാതിരിക്കാനും ഉണ്ടായി വന്നതിനെ റെഡ്യൂസ് ചെയ്യാനും ഒക്കെ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് കെമിക്കൽ പ്രോഡക്ട്സിന്റെ മാനുഫാക്ചറിങ് യൂട്ടിലൈസേഷൻ നടക്കുന്ന സമയത്തും അതുപോലെ തന്നെ നല്ല രീതിയിൽ പൊല്യൂഷൻ കുറയ്ക്കാൻ പറ്റും. അപ്പൊ അതാണ് നമ്മുടെ ഗ്രീൻ കെമിസ്ട്രി അല്ലെങ്കിൽ സസ്റ്റൈനബിൾ കെമിസ്ട്രിയുടെ അഡ്വാൻറ്റേജ്. പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് പല കാര്യങ്ങളുണ്ട്. ഒന്ന്, അതിന്റെ ഒരു ഡിസൈൻ, നമ്മുടെ ഈ കെമിക്കൽസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്തുള്ള ഡിസൈനിങ് പ്രോസസ് ഉണ്ട്. ആ പ്രോസസ്സിലുള്ള ഡിസൈനിങ്ങിലുള്ള ആപ്ലിക്കേഷൻസും അതുപോലെ തന്നെ ഉണ്ടായി വരുന്ന പ്രോഡക്റ്റിലും നമുക്ക് ഗ്രീൻ കെമിസ്ട്രി അപ്ലൈ ചെയ്യാൻ പറ്റും. ഒന്ന്, ലോ വേസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടാക്കിയെടുക്കുക. അതല്ലെങ്കിൽ ആ ഡിസൈനിങ് പ്രോസസ്സ് പ്രകൃതിക്ക് ദോഷം ഇല്ലാത്ത രീതിയിലുള്ള ഡിസൈനിങ് പ്രോസസ്സ് അഡോപ്റ്റ് ചെയ്യുക. പിന്നെ അതുപോലെ നമ്മൾ പറഞ്ഞു, ഇതിന്റെ ഫലമായിട്ട് നോൺ ഹസാഡസ് ആയിട്ടുള്ള, ഹസാഡസ് മീൻസ് ടോക്സിക് അല്ലാത്ത, ഡേഞ്ചറസ് അല്ലാത്ത കമ്പോണൻസ് നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യും. അതുപോലെ തന്നെ അതിൽ നിന്നുണ്ടാകുന്ന പ്രോഡക്റ്റുകളും ആ നടക്കുന്ന പ്രോസസ്സും പ്രകൃതിക്ക് യാതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റും ഇല്ലാത്തതുമായിരിക്കും. ഓക്കെ, അപ്പൊ ഗ്രീൻ കെമിസ്ട്രിയുടെ ഒരു എയിം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിന്റെ നല്ല ഒരു ക്വാളിറ്റി ലൈഫ് എൻഷുർ ചെയ്യുക, അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിന്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇംപ്രൂവ് ചെയ്യുക. അതാണ് ഗ്രീൻ കെമിസ്ട്രി എയിം ചെയ്യുന്നത്. ഏതിൽ വഴിയാണ്? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിലൂടെ. സുസ്ഥിരമായ വികസനമാണ്, പ്രകൃതിക്ക് ഹാമില്ലാത്ത സുസ്ഥിരമായ വികസനത്തിലൂടെ ഗ്രീൻ കെമിസ്ട്രി നമുക്ക് നമ്മുടെ ജീവിത നിലവാരം ഉയർത്താൻ സഹായിക്കും. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് നീഡ് ഫോർ ഗ്രീൻ കെമിസ്ട്രി. ഗ്രീൻ കെമിസ്ട്രിയുടെ ആവശ്യം എന്താണ്?
നമുക്കറിയാം അതൊരു കെമിക്കൽ പ്രോസസ്സാണ്. സാധാരണ ലബോറട്ടറീസിലും ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ സെന്റേഴ്സിലും ഒക്കെ നമുക്ക് ഈ ഒരു ഗ്രീൻ കെമിസ്ട്രി അപ്ലൈ ചെയ്യാം. ഗ്രീൻ കെമിസ്ട്രി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എൻവയോൺമെന്റൽ പൊല്യൂഷനും അതുപോലുള്ള നെഗറ്റീവ് എൻവയോൺമെന്റൽ ഇമ്പാക്റ്റും കുറച്ചുകൊണ്ട് വരാം. പിന്നെ അതുപോലെ തന്നെ ഒരു കുറേ ടൈപ്പ് കെമിക്കൽസ് ഹസാർഡസ് ആയിട്ടുള്ള മീൻസ് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കെമിക്കൽസ് ഹ്യൂമൻ ബീങ്സിനും ഡേഞ്ചറസ് ആണ്, അതുപോലുള്ള മറ്റുള്ള ഓർഗാനിസത്തിനും ഒക്കെ ഡേഞ്ചറസ് ആണ്. അപ്പൊ അങ്ങനെ ഉണ്ടായി വരുന്ന കെമിക്കൽ സബ്സ്റ്റൻസുകളെ നമ്മൾ പറഞ്ഞു അവരുടെ ടോക്സിറ്റി കുറയ്ക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഗ്രീൻ കെമിസ്ട്രി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എൻവയോൺമെന്റ് സേഫ് ആയിട്ടുള്ള പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ള ഹാംലെസ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ലിവിങ് ഓർഗാനിസത്തിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മുടെ ഭൂമിയിൽ ഇപ്പൊ ഇല്ല, പൂർണ്ണമായിട്ടും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ കെമിസ്ട്രി എന്ന് പറയുന്ന ബ്രാഞ്ചിന് ഈ ഗ്രീൻ കെമിസ്ട്രി ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായിട്ട് വരുന്നത്. അതൊരു സസ്റ്റൈനബിൾ കെമിസ്ട്രിയാണ്. പ്രകൃതിക്ക് ദോഷമില്ലാത്ത രീതിയിലുള്ള എൻവയോൺമെന്റിന് ദോഷമില്ലാത്ത രീതിയിലുള്ള പ്രോഡക്റ്റുകളും പ്രോസസ്സുകളും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ ഗ്രീൻ കെമിസ്ട്രിക്ക് പറ്റും. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് വാട്ട് ആർ ദ ഗോൾസ് ഓഫ് ഗ്രീൻ കെമിസ്ട്രി, അവരുടെ എയിം എന്താണ്. സാധാരണ നമ്മൾ പറഞ്ഞു ഡിസൈനിങ് ഓഫ് പ്രോസസ് ആൻഡ് പ്രോഡക്റ്റ്, ഇത് രണ്ടിലുമാണ് ഗ്രീൻ കെമിസ്ട്രി എയിം ചെയ്യുന്നത്. അല്ല, ഫസ്റ്റ് ഗോൾ എന്ന് പറയുന്നത്, ഗോളിനെ അല്ലെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റീവ്സ് എന്നോ എയിംസ് എന്നോ ഒക്കെ പറയാം. പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ അറ്റ് ദ സോഴ്സ് ഇറ്റ് സെൽഫ് through minimizing the hazard and maximizing the safety and efficiency of any chemical choice. നമുക്കറിയാം നമ്മുടെ ഇൻഡസ്ട്രീസിലൊക്കെ കെമിക്കൽസ് ഉണ്ടായി വരുമ്പോൾ ആ പൊല്യൂഷനെ സോഴ്സിൽ വെച്ച് തന്നെ, മീൻസ് സോഴ്സ് എവിടെയാണ്, ആ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ആ ഉണ്ടാക്കിയെടുക്കുന്ന സ്ഥാപനത്തിൽ വെച്ച് തന്നെ അതിന്റെ ടോക്സിസിറ്റിയുടെ റേറ്റ് കുറച്ചുകൊണ്ട് വരിക. ഓക്കെ, അല്ലെങ്കിൽ അത്ര ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസ് നമ്മൾ ചൂസ് ചെയ്യാതിരിക്കുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ കെമിക്കൽസ് നമ്മൾ യൂസ് ചെയ്യും പ്രൊഡ്യൂസ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ മിനിമം വേസ്റ്റ് മാത്രം ഉണ്ടാവുന്ന രീതിയിൽ ഡിസൈൻ ചെയ്യാം. വേസ്റ്റ് കൂടുന്തോറും പൊല്യൂഷൻ കൂടുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കെമിക്കൽ പ്രോസസ്സ് നടക്കുമ്പോൾ ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസ് ആണെങ്കിൽ അതിനെ ന്യൂട്രലൈസ് ചെയ്യുക, നിർവീര്യമാക്കുക. അതല്ലെങ്കിൽ ഏറ്റവും മിനിമം മാത്രം എൻവയോൺമെന്റൽ ഇമ്പാക്ട് ഉണ്ടാവുന്ന രീതിയിൽ അതിനെ റിലീസ് ചെയ്യുക. ഓക്കെ, then നാലാമത്തെ പോയിന്റ് റിഡക്ഷൻ ഇൻ ദ എമൗണ്ട് ഓഫ് ദി എനർജി യൂസ്ഡ് ഇൻ കെമിക്കൽ പ്രോസസ്. നമുക്കറിയാം സാധാരണ കെമിക്കൽ ഇൻഡസ്ട്രീസ് ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് എനർജി അതിനകത്ത് നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ആ എനർജിയുടെ റേറ്റ് കുറച്ചുകൊണ്ട് വരിക, അതും എനർജി കൺസർവേഷന്റെ പാർട്ടായിട്ട് ചെയ്യുന്ന ഗ്രീൻ കെമിസ്ട്രിയുടെ ഒരു ആപ്ലിക്കേഷൻ ആണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ സേഫ്റ്റി ഓഫ് ദ പേഴ്സണൽസ് എൻഗേജ്ഡ് ഇൻ കെമിക്കൽ പ്രോസസ്. അപ്പൊ ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ സേഫ്റ്റി ഗ്രീൻ കെമിസ്ട്രി ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്താൽ അത് ഉറപ്പിക്കാൻ പറ്റും, സുരക്ഷിതത്വം. പിന്നെ അതുപോലെ മിനിമൈസേഷൻ ഓഫ് ദ യൂസ് ഓഫ് നോൺ റിന്യൂവബിൾ സോഴ്സസ് ആൻഡ് മാക്സിമൈസേഷൻ ഓഫ് ദ യൂസ് ഓഫ് റിന്യൂവബിൾ സോഴ്സസ്. നമ്മുടെ ഭൂമിയിൽ നമ്മുടെ പ്രകൃതിയിൽ പെട്ടെന്ന് വളരെ കൂടുതൽ എമൗണ്ട് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തീർന്നു പോയേക്കാവുന്ന റിസോഴ്സുകളുണ്ട്. അപ്പൊ അതിനെ നമ്മൾ അധികം യൂസ് ചെയ്യാതെ റിന്യൂവബിൾ ആയിട്ടുള്ള, നമുക്ക് സൂര്യപ്രകാശം റിന്യൂവബിൾ ആണ്, ടൈഡൽ എനർജി റിന്യൂവബിൾ ആണ്. അപ്പൊ അങ്ങനെയുള്ള സോഴ്സുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഇൻഡസ്ട്രീസ് വർക്ക് ചെയ്യിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉണ്ടായി വരുന്ന പ്രോഡക്റ്റ് പലപ്പോഴും റീസൈക്കിൾ ചെയ്ത് അതിന്റെ ഡ്യൂറബിലിറ്റിയും റീസൈക്ലിംഗ് പൊട്ടൻഷ്യലും ഒക്കെ കൂട്ടാൻ പറ്റുന്ന തരമുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടാക്കിയെടുക്കുക. Then avoidance of the production of non-biodegradable material. അപ്പോൾ ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ഉണ്ടായി വരുമ്പോൾ നോൺ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒരിക്കലും ഉണ്ടാക്കിയെടുക്കാതിരിക്കുക. ബയോഡിഗ്രേഡബിൾ ആണെങ്കിൽ പ്രകൃതിയിലേക്ക് അത് ലയിച്ചു ചേരുവുള്ളൂ. നോൺ ബയോഡിഗ്രേഡബിൾ ആണെങ്കിൽ പ്രകൃതിക്ക് അത് ദോഷമായിട്ട് പ്രകൃതിയിൽ തന്നെ വർഷങ്ങളോളം കിടക്കും, മണ്ണിൽ തന്നെ. അപ്പൊ അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ ഒരിക്കലും ഉണ്ടാക്കിയെടുക്കാതിരിക്കുക. ഇതൊക്കെയാണ് ഗ്രീൻ കെമിസ്ട്രിയുടെ പ്രധാനപ്പെട്ട ഗോളുകൾ. ഓക്കെ, എയിം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ്. അടുത്ത നമ്മൾ പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. ഏത് ഗ്രീൻ കെമിസ്ട്രി നോട്ട്സ് നമ്മൾ എടുത്താലും ഈ 12 കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാവും. ദീസ് ആർ ദ 12 ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രീൻ കെമിസ്ട്രി. അപ്പൊ അത് അനാസ്റ്റാസ് ആൻഡ് വാർണർ എന്ന് പറഞ്ഞ് ഈ 2 സയന്റിസ്റ്റുകളാണ് 1998 ഗ്രീൻ കെമിസ്ട്രിയെ കുറിച്ചുള്ള ഒരു വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള
ഒരു 12 പ്രിൻസിപ്പിൾസ് ഫോർമുലേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അവര് ഈ ഒരു നമ്മൾ പറഞ്ഞില്ലേ കമ്പാരറ്റീവ്ലി റീസെന്റ് ബ്രാഞ്ച് ആണെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് 1998 ഇതിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ് വന്നത്. ഇതിനെ നമ്മൾ ബെഞ്ച് മാർക്ക് ഗൈഡ് ലൈൻസ് എന്നാണ് പറയുക. ബെഞ്ച് മാർക്ക് മീൻസ് ഇതാണ് അതിന്റെ സ്റ്റാൻഡേർഡ്. അതിനെ നമ്മൾ എത്രത്തോളം ഗ്രീൻ ആയിരിക്കുന്നു, എത്രത്തോളം സേഫ് ആയിട്ടിരിക്കണം, കെമിക്കൽ സിന്തസിസും കോമ്പൗണ്ടും പ്രോസസ്സും ടെക്നോളജിയും എന്നൊക്കെ ഉള്ളതിന്റെ ഏറ്റവും സ്റ്റാൻഡേർഡ് എന്ന് പറയാൻ പറ്റുന്ന 12 പ്രിൻസിപ്പിൾസ് ആണ് ഇവിടെ നമ്മൾ പറയുന്നത്. അല്ല, ഫസ്റ്റ് വൺ വേസ്റ്റ് പ്രിവെൻഷൻ ഇൻസ്റ്റെഡ് ഓഫ് റെമഡിയേഷൻ. അതില് നമ്മൾ സാധാരണ വേസ്റ്റ് ഉണ്ടായി വന്നിട്ട് ആ വേസ്റ്റിനെ പിന്നെ റെമഡിയേറ്റ് ചെയ്യുക, വേസ്റ്റിനെ ഡീകമ്പോസ് ചെയ്ത് കളയുക എന്നതിനെക്കാട്ടിയും ഉപരിയായിട്ട് വേസ്റ്റ് ഉണ്ടായി വരാതിരിക്കുക, ഇതാണ് ഇമ്പോർട്ടൻറ്റ്. അതാണ് ഗ്രീൻ കെമിസ്ട്രിയിലെ ഫസ്റ്റ് പ്രിൻസിപ്പൽ. ഓക്കെ, അപ്പൊ ഇവിടെ വേസ്റ്റ് പ്രൊഡക്ഷനെ പ്രിവെന്റ് ചെയ്യാനുള്ള ടെക്നിക്കുകൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. അതിൽ നിന്ന് നമുക്ക് എന്താണ് വേസ്റ്റ് ഇല്ലാതിരുന്നാൽ അതിനെ മാനേജ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനെ നമ്മൾ പിന്നെ ആ കെമിക്കൽ വേസ്റ്റിനെ ട്രീറ്റ് ചെയ്യുകയും കെമിക്കൽ വേസ്റ്റിനെ ക്ലീൻ ചെയ്യാൻ ഒക്കെ വേണ്ടിയിട്ടുള്ള കുറേ പ്രോസസ്സും ഒരുപാട് മണിയും ഒരുപാട് എനർജിയും മാൻ പവറും ഒക്കെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പൊ അതിന് പകരം എന്താണ്, വേസ്റ്റ് മിനിമൈസ് ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുക വേസ്റ്റ്. അപ്പൊ നാച്ചുറലി ഡീഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റുകൾ മാത്രം വേസ്റ്റ് ആയിട്ട് ഉണ്ടായി വരാൻ ഉള്ള ടെക്നിക്കുകൾ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതില് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഡീഗ്രേഡബിൾ ആയിരിക്കണം എന്നാണ് ഗ്രീൻ കെമിസ്ട്രിയിലെ ആദ്യത്തെ പ്രിൻസിപ്പൽ. ഓക്കെ, അപ്പൊ അത് ഓർത്തിരിക്കുക. ഫസ്റ്റ് ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഗ്രീൻ കെമിസ്ട്രി ഈസ് വേസ്റ്റ് പ്രിവെൻഷൻ ഇൻസ്റ്റെഡ് ഓഫ് റെമഡിയേഷൻ. പിന്നെ അതിനകത്ത് രണ്ടാമത്, ഇത് വളരെ സിമ്പിൾ ആയിട്ടാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്, ഇതിന് കുറെ ഇക്വേഷൻസും ഒക്കെ ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ആറ്റം ഇക്കോണമി ഓർ എൻ ആറ്റം എഫിഷ്യൻസി. ആറ്റം ഇക്കോണമി എന്ന് പറയുന്നാൽ ദ പ്രൊപ്പോർഷൻ ഓർ പെർസെൻറ്റേജ് ഓഫ് പ്ലാസ്റ്റിക് ഐറ്റംസ് ഈസ് എ ടിപ്പിക്കൽ എക്സാമ്പിൾ. ദി ആറ്റംസ് ഓഫ് ദ മെറ്റീരിയൽസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ദ ഫൈനൽ പ്രോഡക്ട്സ്. അപ്പൊ ഫൈനൽ പ്രോഡക്റ്റില് ആറ്റംസിനെ എങ്ങനെയാണ് ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ നോക്കുന്നത് സിന്തറ്റിക് മെത്തേഡ്സ് യൂസ് ചെയ്ത് എന്താണ് നമ്മള് വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് ഒരു ഫൈനൽ പ്രോഡക്റ്റിലേക്ക് എത്തുക. നമ്മുടെ ഭൂമിക്ക് ദോഷമൊന്നും ഉണ്ടാകാത്ത രീതിയിലുള്ള ഫൈനൽ പ്രോഡക്റ്റ് ആയിരിക്കണം ടോട്ടലി ഇതിന്റെ ഒരു എൻഡ് പ്രോഡക്റ്റ് ആയിട്ട് വരാനുള്ളത്. അപ്പോൾ ഈ ആറ്റം ഇക്കോണമിയിൽ പറയുന്നത് സിന്തറ്റിക് എഫിഷ്യൻസി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലായിരിക്കും റേറ്റ് ഓഫ് വേസ്റ്റ് പ്രൊഡക്ഷൻ കുറവാണെങ്കിൽ എന്നാണ് അതിന്റെ ഒരു പ്രൊപ്പോർഷൻ, അതിന്റെ ഒരു ബേസിക് പ്രിൻസിപ്പിളിൽ പറയുന്നത്. അപ്പൊ ആറ്റം എക്കോണമി നമുക്ക് കൂട്ടാൻ പറ്റുന്നത് ഇൻഡസ്ട്രിയിൽ കാറ്റലിസ്റ്റുകളെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ പ്രോസസ്സിന്റെ സ്റ്റെപ്പുകൾ മിനിമൈസ് ചെയ്യാം. അപ്പൊ അങ്ങനെയൊക്കെ കൊണ്ടുവന്നാൽ ഫൈനലി നമുക്ക് നല്ലൊരു എന്താണ് ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫൈനൽ പ്രൊഡക്ട്സ് ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ അതാണ് ആറ്റം ഇക്കോണമി ഓർ ആറ്റം എഫിഷ്യൻസി. അപ്പൊ അതിനെ ഒരു നട്ട്ഷെല്ലിലാണ് തന്നിരിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല ഇവിടെ. Then third one, minimization of the use and production of hazardous and toxic chemicals. അത് നമുക്കറിയാം, ഏറ്റവും നമ്മൾ നേരത്തെ പറഞ്ഞു ഡേഞ്ചറസ് ആയിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള പൊല്യൂഷൻ ഉണ്ടാക്കുന്ന കെമിക്കൽ സബ്സ്റ്റൻസുകൾ നമ്മുടെ ഈ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് യൂസ് ചെയ്യാതിരിക്കുക, പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പോ അതിന് പകരം നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ലെസ് ഹസാഡസ്, ലെസ് ഡേഞ്ചറസും ലെസ് ടോക്സിക്കുമായിട്ടുള്ള കെമിക്കലുകൾ മാത്രം സിന്തറ്റിക് പ്രോസസ്സിൽ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്താൽ ഹ്യൂമൻ ബീങ്സിനും എൻവയോൺമെന്റിനും അത് ഹാംലെസ് ആയിരിക്കും. നെക്സ്റ്റ് പ്രിൻസിപ്പൽ, ഡിസൈനിങ് ഓഫ് സേഫർ പ്രോഡക്ട്സ്. സേഫർ പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ കെമിക്കൽ പ്രോഡക്ട്സിന് ടോക്സിസിറ്റി മിനിമൈസ് ചെയ്ത് അതേസമയം അതിന്റെ ഫങ്ഷൻ കറക്റ്റ് പെർഫോം ചെയ്യുന്ന രീതിയിലുമായിരിക്കണം, ടോക്സിറ്റി കുറഞ്ഞുമായിട്ടുള്ള രീതിയിലുമായിരിക്കണം. അപ്പൊ അത് ഏറ്റവും കൂടുതൽ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള നമ്മുടെ ഡ്രഗ് പ്രൊഡക്ഷനിലാണ്, മെഡിസിൻസ് ഉണ്ടാക്കുമ്പോഴാണ്. അപ്പൊ ആ മെഡിസിൻസ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, ഗ്രീൻ കെമിസ്ട്രിയുടെ പ്രിൻസിപ്പിൾ അനുസരിച്ചാണെങ്കിൽ ടോക്സിസിറ്റി അല്ലെങ്കിൽ എന്താണ് അതിനകത്തുനിന്ന് ഉണ്ടാകുന്ന പോയിസണസ് ആയിട്ടുള്ള ഇഫക്റ്റ് കുറഞ്ഞിരിക്കണം. അതേസമയം അതിന് ടാർഗറ്റ് ചെയ്യാൻ പോണ ആ ഒരു ഡിസൈഡ് ഫങ്ഷൻ പെർഫോം ചെയ്യുകയും ചെയ്യണം. Okay, then next principle, use of safer auxiliaries.
സേഫർ ഓക്സിലറീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു പ്രൊഡക്ഷന്റെ ഭാഗമായിട്ട് യൂസ് ചെയ്യുന്ന സോൾവെന്റുകളാവാം, സെപ്പറേഷൻ ഏജൻസുകളാവാം. അപ്പൊ അങ്ങനെയുള്ള ഓക്സിലറി സബ്സ്റ്റൻസുകൾ ഈ ഒരു കെമിക്കൽ മാനുഫാക്ചറിനെ സഹായിക്കുന്ന, അതിനകത്ത് യൂസ് ചെയ്യേണ്ടി വരുന്ന അഡീഷണൽ ആയിട്ട് വരുന്ന ഓക്സിലറി സബ്സ്റ്റൻസുകളെ എല്ലാം വളരെ സേഫർ ആയിട്ടുള്ളത് വേണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഒന്നുകിൽ ഹാംഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ആണെങ്കിൽ അത് നമ്മൾ ഉപേക്ഷിക്കുക. അതിന് പകരം വളരെ ഹാംലെസ് ആയിട്ടുള്ള, വളരെ ചീപ്പസ്റ്റ് ആയിട്ടുള്ള, സേഫസ്റ്റ് ആയിട്ടുള്ള, നോൺ ടോക്സിക് ആയിട്ടുള്ള സപ്പോർട്ടിങ് സബ്സ്റ്റൻസുകൾ നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ് പ്രിൻസിപ്പൽ, ഡിസൈൻ ഫോർ എനർജി എഫിഷ്യൻസി. അപ്പൊ അതും വലിയൊരു കാര്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എന്തുമാത്രം എനർജി നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു. കൂടുതൽ എനർജി സ്പെൻഡ് ചെയ്ത് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ കുറച്ച് എനർജി സ്പെൻഡ് ചെയ്ത് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുക, അത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ കുറച്ച് എനർജി സ്പെൻഡ് ചെയ്തിട്ട് നല്ല പ്രോഡക്റ്റുകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഗ്രീൻ കെമിസ്ട്രിയുടെ അടുത്ത പ്രിൻസിപ്പൽ. അതാണ് ഡിസൈൻ ഫോർ എനർജി എഫിഷ്യൻസി. അപ്പൊ ഒരു സിന്തറ്റിക് കെമിക്കൽ പ്രോസസ്സുകളൊക്കെ നടക്കുമ്പോൾ നമ്മൾ മിനിമം എനർജി റിക്വയർമെന്റ് ഉള്ള പ്രൊസീജിയേഴ്സ് നമ്മൾ ചൂസ് ചെയ്യുക. ആംബിയൻ ടെമ്പറേച്ചറും പ്രഷറും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ മിനിമം എനർജി റിക്വയർമെന്റ് മാത്രമേ വരുവുള്ളെങ്കിൽ അത്തരം ടെക്നിക്കുകൾ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാം. അപ്പൊ വേസ്റ്റേജ് ഓഫ് എനർജി നമുക്ക് തടയാം. അതുപോലെ തന്നെ ഫോസിൽ ഫ്യൂൽ പോലത്തുള്ള നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി റിസോഴ്സുകൾ ഉപയോഗിക്കുന്നതും ഈ ഇങ്ങനെയുള്ള ഗ്രീൻ കെമിസ്ട്രി ടെക്നിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തടയാം. ദെൻ യൂസ് ഓഫ് റിന്യൂവബിൾ ഫീഡ് സ്റ്റോക്ക്. ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസിനെയാണ് നമ്മൾ ഫീഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പോ റിന്യൂവബിൾ ആയിട്ടുള്ള ഫീഡ് സ്റ്റോക്കുകൾ അല്ലെങ്കിൽ റോ മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യുക. റിന്യൂവബിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഭൂമിയിൽ പെട്ടെന്ന് തീരാൻ ഇടയില്ലാത്ത റോ മെറ്റീരിയൽസ്. അപ്പൊ ഒരു കെമിക്കൽ സിന്തസിസ് നടക്കുമ്പോൾ റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് റിന്യൂവബിൾ ആയിരിക്കണം, എങ്കിലേ നമ്മുടെ ഗ്രീൻ കെമിസ്ട്രിയുടെ ഉള്ളിൽ വരുള്ളൂ അത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പലപ്പോഴും നമ്മൾ ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രി ഒക്കെ ഉണ്ടാക്കി എടുത്തിട്ട് അവിടെ ഒരു പ്രോഡക്റ്റ് ഉണ്ടായി വരുന്നു എന്ന് വെച്ചു, അവിടെ നമ്മൾ വളരെ നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള റിസോഴ്സുകളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ചാൾ കഴിയുമ്പോൾ ആ നോൺ റിന്യൂവബിൾ സോഴ്സ് ഭൂമിയിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമായി പോകും അല്ലെ. അപ്പൊ നമുക്ക് ആ ഇൻഡസ്ട്രി മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റില്ല. പ്രത്യേകിച്ച് ആ പ്രകൃതിക്ക് ദോഷമുള്ള ഒരു കെമിക്കൽ പ്രോസസ്സായിട്ട് അത് മാറുകയും ചെയ്യും. ഓക്കെ. നെക്സ്റ്റ് പ്രിൻസിപ്പൽ, യൂസ് ഓഫ് സെലക്റ്റീവ് കാറ്റലിറ്റിക് റിയേജൻസ്. സാധാരണ ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടി നമ്മൾ ഒരുപാട് കാറ്റലിസ്റ്റുകളെ യൂസ് ചെയ്യും. അപ്പൊ ഇവിടെ അവർ പറയുന്നത് കെമിക്കൽ ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ റിയേജൻസ് ഈ ലാർജ് ക്വാണ്ടിറ്റീസ് കാറ്റലിസ്റ്റുകൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഹ്യൂജ് എമൗണ്ട് നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നാച്ചുറലി അത് വേസ്റ്റ് സ്ട്രീമിലോട്ടാണ് പോകുന്നത് ഈ റിയേജന്റ്. അപ്പൊ കാറ്റലിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ആ കെമിക്കൽ പ്രോസസ്സിന്റെ റേറ്റ് കൂട്ടുന്ന സബ്സ്റ്റൻസുകളാണ്. ആ പ്രോസസ്സ് നടന്നു കഴിയുമ്പോൾ കാറ്റലിസ്റ്റുകൾ വേസ്റ്റ് ആണ്. അപ്പൊ ആ വേസ്റ്റ് സ്ട്രീമിലേക്ക് കാറ്റലിസ്റ്റുകളെ ഹ്യൂജ് എമൗണ്ട് തള്ളിവിടും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള കാറ്റലിസ്റ്റുകൾ മാത്രം യൂസ് ചെയ്യുക. ഇപ്പൊ കാറ്റലിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ പലപ്പോഴും ആക്ടിവേഷൻ എനർജി കുറയ്ക്കും, അതുപോലെ തന്നെ എനർജി റിക്വയർമെന്റ് കുറയ്ക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ പർപ്പസിന് സ്യൂട്ട് ചെയ്യുന്ന നമുക്ക് എന്താണ് ഗ്രീൻ കെമിസ്ട്രിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാറ്റലിസ്റ്റുകൾ യൂസ് ചെയ്യുക. പിന്നെ സെലക്റ്റീവ് കാറ്റലിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ പലപ്പോഴും ചില പെർട്ടിക്കുലർ കാറ്റലിസ്റ്റുകൾ കുറച്ച് എമൗണ്ട് മതി, നല്ല പെർസെൻറ്റേജ് ഈൽഡ് കിട്ടും, നല്ല പ്രൊഡക്റ്റുകൾ ഉണ്ടായി വരും. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പെർസെൻറ്റേജ് ആറ്റം ഇക്കോണമി അത് എൻഷുവർ ചെയ്യും, എനർജി റിക്വയർമെന്റ് കുറയ്ക്കും. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ കെമിക്കൽ കാറ്റലിസ്റ്റുകളെ നമുക്ക് പറയാം ദേ ആർ ദി ഫങ്ഷണൽ പില്ലർ ഓഫ് ഗ്രീൻ കെമിസ്ട്രി. പലപ്പോഴും മിക്ക ഇൻഡസ്ട്രികളിലും ഗ്രീൻ കെമിസ്ട്രി എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ പലപ്പോഴും കെമിക്കൽ കാറ്റലിസ്റ്റുകളെയും സാധാരണ കാറ്റലിസ്റ്റുകളെ റീപ്ലേസ് ചെയ്യും. ഓക്കെ. അപ്പോ അത് ഓർത്ത് വെക്കുക. കെമിക്കൽ കാറ്റലിസ്റ്റ് ആർ സംടൈംസ് നോൺ ആസ് ഫൗണ്ടേഷണൽ പില്ലർ ഓഫ് ഗ്രീൻ കെമിസ്ട്രി. ഓക്കെ. അടുത്ത ബേസിക് പ്രിൻസിപ്പിൾ, യൂസ് ഓഫ് ഷോർട്ടർ സിന്തറ്റിക് റൂട്ട്സ്, അവോയ്ഡിങ് ഇന്റർമീഡിയറ്റ് ഡെറിവേഷൻ സ്റ്റെപ്സ്. ഫൈനലി ഉണ്ടായി വരുന്ന ഒരു പ്രോഡക്റ്റ് ഒരു 5 സ്റ്റെപ്പ് അല്ലെങ്കിൽ 5 സ്റ്റെപ്പ് നമ്മൾ ചെയ്തതിന് ശേഷം ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുക. അതല്ലെങ്കിൽ കുറുക്ക് വഴിയും ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുക, വെറുതെ 2 സ്റ്റെപ്പ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള ഇന്റർമീഡിയറ്റ് ഡെറിവേഷൻ സ്റ്റെപ്പുകളൊക്കെ ഉള്ള കെമിക്കൽ മാനുഫാക്ചറിങ്
ടെക്നിക്കുകൾ ഉപേക്ഷിക്കുക. അതിന് പകരം എന്ത് ചെയ്യുക, ഇന്റർമീഡിയറ്റ് ഡെറിവേഷൻ മീൻസ് ഇടയ്ക്കുള്ള സ്റ്റെപ്പുകളൊക്കെ കുറച്ചിട്ടുള്ള വളരെ മിനിമൈസ് ആയിട്ട് സ്റ്റെപ്പുകളുള്ള ടെക്നിക്കുകൾ യൂസ് ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് സ്റ്റെപ്പുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരുപാട് റിയേജന്റ് യൂസ് ചെയ്യേണ്ടി വരും, വേസ്റ്റ് കൂടുതൽ ജനറേറ്റ് ചെയ്യേണ്ടി വരും, എൻവയോൺമെന്റൽ പൊല്യൂഷൻ അതുവഴി കൂട്ടുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ചെറിയ ഷോർട്ടർ ആയിട്ടുള്ള സിന്തറ്റിക് റൂട്ടുകളുള്ള പ്രൊസീജിയേഴ്സ് നമ്മൾ ചൂസ് ചെയ്യാം. നെക്സ്റ്റ് ഒരു ഗ്രീൻ കെമിസ്ട്രിയിൽ പറയുന്നത് ഡിസൈൻ ഫോർ ഡീഗ്രഡേഷൻ ഇൻ ടു നോൺ പെർസിസ്റ്റന്റ് പ്രോഡക്ട്സ് ഇൻ ദ എൻവയോൺമെന്റ്. ഇപ്പൊ കെമിക്കൽ പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ സാധാരണ അവരുടെ എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്നത് എക്സ്പയറി ഓഫ് അവരുടെ ഫങ്ഷണൽ ലൈഫിന് ഒരു എക്സ്പയറി ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ ഒരു എക്സ്പയറിക്ക് ഉള്ളിൽ വെച്ച് നമ്മൾ ആ കെമിക്കൽ പ്രോഡക്ട്സുകൾ യൂസ് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും, അത് പ്രകൃതിയിലേക്ക് ബ്രേക്ക് ഡൗൺ ചെയ്ത് പോകും. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഈ ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് പലതും യൂസ് ചെയ്യുമ്പോൾ ഫൈനലി ഡീഗ്രേഡ് ചെയ്ത് പ്രകൃതിയിലേക്ക് പോകുന്ന സമയത്ത് നോൺ പെർസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണോ എന്ന് എൻഷുർ ചെയ്യുക. അപ്പൊ ചില സബ്സ്റ്റൻസുകൾ ഉണ്ടാവും ഫൈനലി അത് എക്സ്പയർ ചെയ്ത് ഡീഗ്രേഡ് ചെയ്ത് മണ്ണിലേക്ക് പോകുമ്പോൾ മണ്ണിൽ തന്നെ കിടക്കും വർഷങ്ങളോളം. അങ്ങനെയുള്ള കെമിക്കൽസ് നമ്മൾ യൂസ് ചെയ്യാതിരിക്കുക. ഓക്കെ, അങ്ങനെയുള്ള കെമിക്കൽ പ്രോഡക്ട്സുകളും ഉണ്ടാക്കാതിരിക്കുക. അപ്പൊ അതിനൊരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ് നമ്മുടെ പ്ലാസ്റ്റിക്. നമുക്കറിയാം പ്ലാസ്റ്റിക്, ഒരു കുഞ്ഞു പീസ് പ്ലാസ്റ്റിക് പോലും വളരെ വർഷങ്ങൾ നമ്മുടെ പ്രകൃതിയിൽ ഡീഗ്രേഡ് ചെയ്യാതെ കിടക്കും. അപ്പൊ അതിനുള്ള ഒരു ആൻസർ ആണ് ബയോഡീഗ്രേഡബിൾ പ്ലാസ്റ്റിക്സ്. നമ്മൾ നേരത്തെ ബയോപ്ലാസ്റ്റിക്സ് പറഞ്ഞിരുന്നു അല്ലെ. ബയോ ബേസ്ഡ് ആയിട്ടുള്ള പോളിമേഴ്സും ബയോഡീഗ്രേഡബിൾ പ്ലാസ്റ്റിക്കുകൾ ഇതിനൊക്കെ ഉള്ള ഒരു സൊല്യൂഷൻ ആണ്. ഇതും ഗ്രീൻ കെമിസ്ട്രിയിൽ വരുന്ന പ്രോഡക്റ്റുകളാണ്. അപ്പൊ ഇങ്ങനെയുള്ള പോളിമേഴ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ആനുവലി നമുക്ക് റിന്യൂ ചെയ്യാം അതിനെ. അഗ്രികൾച്ചർ, ബയോമാസ്, ഫീഡ് സ്റ്റോക്കുകളിൽ നിന്നൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള പോളിമേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ചില അണ്ടർഗ്രൗണ്ട് വളരുന്ന ചില കിഴങ്ങുകളിൽ നിന്നും ടപ്പിയൊക്കെ പറഞ്ഞിരുന്നു. കപ്പയൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെയുള്ള പ്ലാസ്റ്റിക്സുകൾ ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അപ്പൊ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് പ്രോഡക്ട്സുകളുണ്ട് നമുക്ക് പ്രകൃതിയിൽ നിന്ന്, നമ്മുടെ അഗ്രികൾച്ചറൽ ഫീൽഡിൽ നിന്നും ബയോമാസിൽ നിന്നും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെയുള്ള പ്രകൃതിക്ക് ദോഷമില്ലാത്ത എൻഡ് പ്രോഡക്റ്റുകളുള്ള സബ്സ്റ്റൻസുകളെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ അതാണ് നമ്മൾ ഡിസൈൻ ഫോർ ഡീഗ്രഡേഷൻ ഇൻ ടു നോൺ പെർസിസ്റ്റന്റ് പ്രോഡക്ട്സ് ഇൻ ദ എൻവയോൺമെന്റിൽ വരുന്നത്. പിന്നെ അതുപോലെ നോൺ ബയോഡിഗ്രേഡബിൾ പ്രോഡക്ട്സ് എന്ന് പറയാൻ പറ്റുന്നത് ഓർഗാനോ പെസ്റ്റിസൈഡ്സ് ആണ്. ഓർഗാനോ ക്ലോറൈൻ പെസ്റ്റിസൈഡ്സ് അത് സാധാരണ നമുക്കറിയാം നമ്മുടെ DDT പോലെയുള്ള സബ്സ്റ്റൻസുകൾ നമ്മുടെ ആനിമൽസിന്റെ ആണെങ്കിലും ഹ്യൂമൻസിന്റെ ആണെങ്കിലും ബോഡിയിൽ കടന്നു കൂടിയാൽ അത് ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്ത് കിടക്കും. അതിനെ നമ്മൾ ബയോ അക്യുമുലേഷൻ എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ. പിന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ലോവർ ഓർഗാനിസംസ്, ഹയർ ഓർഗാനിസത്തിൽ അങ്ങനെ ഡിഫറെന്റ് ലെവൽസിനെ നമ്മൾ ഇക്കോളജിയിൽ ട്രോഫിക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ട്രോഫിക് ലെവൽസ് എന്ന് പറയും. അപ്പോ ആ ഒരു ഫുഡ് ചെയിൻ വഴി ബയോ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. ബയോ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ് എന്ന് പറഞ്ഞാൽ ലോവർ ഓർഗാനിസത്തിന് അതിന് കുറച്ചും കൂടെ വലിയറായിട്ടുള്ള ഓർഗാനിസംസ് കഴിക്കും ഫുഡ് വഴി, ഫുഡ് ചെയിൻ വഴി അത് നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. അപ്പൊ കുറച്ചും കൂടെ സൈസുള്ള ഓർഗാനിസത്തിന് അതിന് മുകളിലുള്ള ഓർഗാനിസം കൂടുതൽ ക്വാണ്ടിറ്റി കഴിക്കും. അപ്പൊ അങ്ങനെ ടോപ്പ് ലെവലിൽ എത്തുമ്പോൾ ബയോ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വഴി കൂടുതൽ എമൗണ്ട് പെസ്റ്റിസൈഡുകളാണെങ്കിലും പൊല്യൂട്ടൻസ് ആണെങ്കിലും നമ്മുടെ ശരീരത്തിൽ അക്യുമുലേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ബയോ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ബയോ മാഗ്നിഫിക്കേഷനും ബയോ അക്യുമുലേഷനും വിധേയമാകാൻ സാധ്യതയുള്ള ഓർഗാനോ ക്ലോറിൻ പെസ്റ്റിസൈഡ്സ് പോലെയുള്ള നോൺ ബയോഡിഗ്രേഡബിൾ പ്രോഡക്റ്റുകൾ ഒരിക്കലും ഉണ്ടാക്കിയെടുക്കാതിരിക്കുക. ഓക്കെ, പിന്നെ അതുപോലെ നിങ്ങൾക്ക് അറിയാം തെർമോപ്ലാസ്റ്റിക്കുകൾ, തെർമോസെറ്റിംഗ് പോളിമേഴ്സ്, ഇതെല്ലാം നമുക്ക് എന്താണ് നോൺ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ്. തെർമോകോളൊക്കെ ഇല്ലേ, ഇതൊന്നും പ്രകൃതിയിൽ ദോഷകരമായിട്ട് മാത്രം ഭവിക്കുന്ന സംഗതികളാണ്. അപ്പൊ അങ്ങനെ ഉള്ളതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, ഗ്രീൻ സിന്തസിസ് വഴി ഇതിനെല്ലാം പുതിയ ഓൾട്ടർനേറ്റീവുകൾ ഉണ്ട്, അത് കണ്ടുപിടിച്ച് അത് മാത്രം യൂസ് ചെയ്യുക. ഓക്കെ,
ഇനി നമ്മൾ പറയുന്ന അടുത്ത പ്രിൻസിപ്പിൾ ഡെവലപ്മെന്റ് ഓഫ് റിയൽ ടൈം അനാലിസിസ് ഫോർ ദി പ്രിവെൻഷൻ ഓഫ് പൊല്യൂഷൻ. അപ്പൊ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള അനലിറ്റിക്കൽ മെത്തേഡ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്ത് പൊല്യൂഷനെ മോണിറ്റർ ചെയ്ത് അതിൽ ക്വാളിറ്റി കൺട്രോൾ നടത്തിയിട്ട് മാത്രം കെമിക്കൽ സബ്സ്റ്റൻസുകളെ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ കാര്യം ഒരു ഇൻഡസ്ട്രിയിൽ നമ്മൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടായി വരുന്നെങ്കിൽ അതിനെക്കുറിച്ച് നേരത്തെ അതിന്റെ ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡി എല്ലാം നടത്തി അത് പൊല്യൂഷൻ ഉണ്ടാക്കുമോ എന്നുള്ളതെല്ലാം നേരത്തെ ട്രയൽ ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു അനലിറ്റിക്കൽ മെത്തഡോളജിയിലേക്ക് ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടി വരാൻ. ഇൻഡസ്ട്രീസ് നമ്മൾ നേരത്തെയും പറഞ്ഞു ഹാംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ അവിടെ ഉണ്ട്, അതുപോലെ തന്നെ ബൈ പ്രോഡക്ട്സുകൾ പലപ്പോഴും ഹാംഫുൾ ആയിരിക്കും. അപ്പൊ ഇതെല്ലാം സാധാരണ ഡയറക്റ്റ് ആയിട്ട് എൻവയോൺമെന്റിലേക്ക് ഡംപ് ചെയ്യും. അപ്പൊ അങ്ങനെ ഡംപ് ചെയ്ത് എൻവയോൺമെന്റിൽ നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നതിൽ നല്ലത് അങ്ങനെയുള്ള മെത്തേഡ്സും അങ്ങനെയുള്ള പ്രോഡക്ട്സ് ഉണ്ടായി വരുന്ന ടെക്നോളജിയും നമ്മൾ ഉപേക്ഷിക്കുക. അടുത്ത ഒരു പ്രിൻസിപ്പിൾ അവർ പറയുന്നത് ഇൻഹറന്റ്ലി സേഫർ കെമിസ്ട്രി ഫോർ ആക്സിഡന്റ് പ്രിവെൻഷൻ ഓഫ് കെമിക്കൽ ആക്സിഡന്റ്സ്. നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞു ഹാംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുമ്പോൾ പലപ്പോഴും എന്തെങ്കിലും ആക്സിഡന്റ്സ് ഒക്കെ വരാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കും ദോഷമാണ്, നമ്മുടെ ജീവനും ദോഷമാണ്, നമ്മുടെ ആരോഗ്യത്തിനും ദോഷമാണ്, പ്രകൃതിയിലുള്ള ജീവജാലങ്ങൾക്കും ദോഷമാണ്. അപ്പൊ അങ്ങനെയുള്ള കെമിക്കൽ പ്രോസസ്സുകൾ വഴി ഉണ്ടാവുന്ന ആക്സിഡൻസുകൾ നമ്മൾ കെമിക്കൽ ആക്സിഡൻസ് എന്നാണ് പറയുക. അപ്പൊ അവിടെ പലപ്പോഴും എക്സ്പ്ലോഷൻസ് ഉണ്ടാവാം, ഫയേഴ്സ് ഉണ്ടാവാം. അപ്പൊ അത് പലപ്പോഴും നമ്മള് ലബോറട്ടറിയിൽ നമ്മുടെ അറിവില്ലായ്മ കൊണ്ടായിരിക്കും പലതും വരിക. ഓക്കെ, ഒരു ലബോറട്ടറിയിൽ എന്തൊക്കെ സേഫ്റ്റി റൂൾസ് വേണം അല്ലെങ്കിൽ സേഫ്റ്റി മെഷേഴ്സ് വേണം എന്നൊക്കെ നമ്മൾ പഠിക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. അപ്പൊ അതൊന്നും യൂസ് ചെയ്യാതെ അതൊന്നിനെ കുറിച്ച് യാതൊരു അവയർനെസ്സും ഇല്ലാതെ പലപ്പോഴും ലാബിലൊക്കെ പലപ്പോഴും കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള എക്സ്പ്ലോഷൻസോ ഫയേഴ്സും ഒക്കെ വരാം. അപ്പൊ അതും ഗ്രീൻ കെമിസ്ട്രിയുടെ കീഴിലാണ് വരുന്നത്. വളരെ സേഫർ ആയിട്ടുള്ള വളരെ ആക്സിഡന്റ് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്കുകൾ വേണം അവിടെ നമ്മൾ യൂസ് ചെയ്യാൻ. അപ്പൊ ഇപ്പൊ നമ്മള് ഫോർ എക്സാമ്പിൾ അവർ പറയുന്നത് നിങ്ങൾ ജനിച്ചിട്ടുണ്ടാവില്ല, ഞങ്ങളുടെയൊക്കെ ചെറുതില് ഇന്ത്യയില് ഭോപ്പാലിൽ ഒരു ഗ്യാസ് ട്രാജഡി ഉണ്ടായിരുന്നു. അപ്പൊ ഗ്യാസ് ട്രാജഡി പറയുമ്പോൾ അത് പോയിസണസ് ആയിട്ടുള്ള ഗ്യാസ് രാത്രി സമയത്ത് ആ ഒരു പെർട്ടിക്കുലർ പ്ലാന്റിൽ നിന്ന് ലീക്ക് ചെയ്തു. അങ്ങനെ റിലീസ് ചെയ്ത സമയത്ത് ആളുകൾ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. പാവങ്ങളാണ്, ഒരുപാട് ആളുകള് കുഞ്ഞു കുഞ്ഞു വീടുകളിലെല്ലാം ഉണ്ടായിരുന്നു. ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് രാത്രി മഞ്ഞും ഉണ്ടായിരുന്നു. അപ്പോ ഈ കെമിക്കൽ സബ്സ്റ്റൻസ് ഈ മഞ്ഞിൽ കലർന്ന് സ്മോഗായിട്ട് ആളുകൾ ഇത് ശ്വസിച്ച് എല്ലാവരും മരിച്ചുപോയി. അവിടെ ഒരുപാട് പേര് അസുഖബാധിതരായി, ഉറക്കത്തിൽ തന്നെ മരിച്ചുപോയവരുമുണ്ട്. അത് ലോകമെമ്പാടും അറിയുന്ന ഒരു ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു കെമിക്കൽ ആക്സിഡന്റ് ആണ് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി. അപ്പൊ അങ്ങനെയുള്ള ആക്സിഡന്റുകളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ഗ്രീൻ കെമിസ്ട്രിക്ക് മാർഗങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ വളരെ സേഫർ ആയിട്ടുള്ള ആക്സിഡന്റ് പ്രിവെന്റ് ചെയ്യുന്ന തരത്തിലുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യാം. അപ്പൊ ഈ 12 എണ്ണമാണ് നമ്മുടെ ഗ്രീൻ കെമിസ്ട്രിയിലെ കാർഡിനൽ പ്രിൻസിപ്പിൾ എന്ന് പറയാൻ പറ്റിയത്. ഏതൊക്കെയായിരുന്നു? വേസ്റ്റ് പ്രിവെൻഷൻ ഇൻസ്റ്റെഡ് ഓഫ് റെമഡിയേഷൻ, ആറ്റം എക്കോണമി ഓർ ആറ്റം എഫിഷ്യൻസി, minimization of the use and production of hazardous and toxic chemicals, then designing of safer products, use of safer auxiliaries, design for energy efficiency, use of renewable feedstocks, then use of selective catalytic reagents, and use of shorter synthetic routes, avoiding intermediate derivation steps, then design for degradation into non-persistent products in the environment. Then development of real-time analysis for the prevention of pollution, inherently safer chemistry for accident prevention. ഇത്രയാണ് കാർഡിനൽ പ്രിൻസിപ്പിൾസ്, 12 കാർഡിനൽ പ്രിൻസിപ്പിൾസ്. നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇനി നമ്മൾ പറയുന്ന ഒരു കുഞ്ഞു കാര്യമാണ് ഗ്രീൻ സിന്തസിസ്. Green synthesis എന്ന് പറയുന്നത് that is a chemical synthesis in which the use and generation of hazardous substances and the production of wastes are reduced to the lowest minimum. അപ്പൊ സാധാരണ കെമിക്കൽ സിന്തസിസ് എന്നാണ് പറയുക അല്ലെ, ഇവിടെ നമ്മൾ പറഞ്ഞത് ഗ്രീൻ സിന്തസിസ് ആണ്. അപ്പൊ ഗ്രീൻ സിന്തസിസ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ സിന്തസിസ് തന്നെയാണ്. പക്ഷെ ഇവിടെ എന്താണ് പ്രത്യേകത? ഹസാർഡസ് ആയിട്ടുള്ള വേസ്റ്റുകളുടെ യൂസും ജനറേഷനും തടയുക.
അതുപോലെ തന്നെ എന്തെങ്കിലും വേസ്റ്റ് മെറ്റീരിയൽസിന്റെ പ്രൊഡക്ഷൻ അവിടെ ഉണ്ടായാൽ അത് ഏറ്റവും കുറച്ചുകൊണ്ട് വന്ന് ലോവസ്റ്റ് മിനിമത്തിലേക്ക് കൊണ്ടുവരിക. അപ്പൊ അങ്ങനെ യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ് അല്ലെങ്കിൽ ആ ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ ഗ്രീൻ സിന്തസിസ് എന്ന് പറയുക. അപ്പൊ ഇവിടെ പലപ്പോഴും നമ്മൾ ഈ പറഞ്ഞ 12 പ്രിൻസിപ്പിൾസ് പറഞ്ഞില്ലേ ഗ്രീൻ കെമിസ്ട്രിയുടെ, ഈ ഒരു 12 പ്രിൻസിപ്പിൾസിനെയും വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒബേ ചെയ്യുന്നതാണ് ഗ്രീൻ സിന്തസിസ്. ഓക്കെ, അപ്പൊ ഇവിടെ അതിൽ കുറെ ക്രൈറ്റീരിയകളുണ്ട് ഒരു ഗ്രീൻ സിന്തസിസ് ഡിസൈൻ ചെയ്യുന്നതിന്. അതിൽ നമുക്ക് ബയോ കാറ്റലിസ്റ്റുകളെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എൻസൈമുകളിലെ കാറ്റലിസ്റ്റുകളായിട്ട് യൂസ് ചെയ്യുന്നത്, അത് തന്നെ പ്രകൃതിക്ക് ദോഷമില്ലാത്ത ബയോ കാറ്റലിസ്റ്റുകളെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ. അങ്ങനെ യൂസ് ചെയ്യുന്ന ടെക്നിക്കുകളാണ് ഗ്രീൻ കെമിസ്ട്രിയിൽ കൂടുതലും ഉള്ളത്. അതിലൊരു എക്സാമ്പിൾ ആണ് സൈറ്റോക്രോം P450. ഈ സൈറ്റോക്രോം P450 നമ്മളൊരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആയിട്ട് പറയാം ഗ്രീൻ കെമിസ്ട്രിയില്. ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്, സൈറ്റോക്രോമുകളെ പഠിച്ചിട്ടുണ്ട്. സൈറ്റോക്രോംസ് എന്ന് പറയുന്നത് ഒരു ലോകമെമ്പാടും അറിയപ്പെടുന്ന, ലോകമെമ്പാടും യൂസ് ചെയ്യുന്ന എൻസൈമുകളുടെ ഒരു ഫാമിലി പെട്ടതാണ്, ഒരു ഫാമിലിയാണ് സൈറ്റോക്രോമുകൾ. അതിൽ സൈറ്റോക്രോം P40 ആണ് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്. അപ്പൊ ഇവിടെ കുറെ കാറ്റലിറ്റിക് ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നമ്മുടെ ഇൻഡസ്ട്രി യൂസ് ചെയ്യുന്ന ഒരു സൈറ്റോക്രോമാണ് സൈറ്റോക്രോം P450. അപ്പൊ ഇത് സാധാരണ ഡ്രഗുകൾ അല്ലെങ്കിൽ മരുന്നുകളുടെ ബയോ ട്രാൻസ്ഫോർമേഷനും അതുപോലെ തന്നെ ഫിസിയോളജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ടുകളുടെ ബയോസിന്തസിസിലുമാണ് നമ്മുടെ സൈറ്റോക്രോം P40ക്ക് റോൾ ഉള്ളത്. സാധാരണ സ്റ്റീറോയിഡ്സ് ഉണ്ടാക്കിയെടുക്കാൻ, ദെൻ ഫാറ്റി ആസിഡ്സ്, ബൈൽ ആസിഡ്സ്, ഫാറ്റ് സോലബിൾ വൈറ്റമിൻസ്, അപ്പൊ ഇതിന്റെയൊക്കെ ബയോ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ മെഡിസിൻസ്, ഇതിനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള മെഡിസിൻ സിന്തസിസ് ചെയ്യാനാണ് നമ്മൾ ഈ സൈറ്റോക്രോമിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ അതുപോലെ തന്നെ നമുക്കറിയാം കാർബൺ ഹൈഡ്രോക്സിലേഷൻ, ആരോമാറ്റിക് ഹൈഡ്രോക്സിലേഷൻ, ഡി ആൽക്കലേഷൻ, എപ്പോ ഓക്സിഡേഷൻ, റിഡക്ഷൻ, ഡീഹാലോജിനേഷൻ, ഇങ്ങനെയുള്ള ടെക്നിക്കുകളൊക്കെയാണ് നമ്മുടെ സൈറ്റോക്രോം ഇൻവോൾവ് ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം എന്താണ്, ഇവിടെ നമ്മള് P450 യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ലോവർ എനർജി റിക്വയർമെന്റ് മാത്രമേ ഉള്ളൂ. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ കുറച്ച് മാത്രമേ കാർബൺ മോണോക്സൈഡിന്റെ എമിഷൻ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ടോക്സിക് വേസ്റ്റുകൾ ഉണ്ടാവാറേ ഇല്ല. ഫാസ്റ്റർ റേറ്റിലായിരിക്കും ഇതിനകത്തുള്ള ഓരോ സ്റ്റെപ്പില് സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റീരിയോ സ്പെസിഫിക് കൺവേർഷൻസ് എല്ലാം. അതുപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്യൂരിഫിക്കേഷൻ സ്കീമുകളാണ് ഇവിടെ നടക്കുക. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞു റിന്യൂവബിൾ ഫീഡ് സ്റ്റോക്ക് അല്ലെങ്കിൽ റിന്യൂവബിൾ ആയിട്ടുള്ള റിസോഴ്സുകളെയാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെയാണ് പ്രധാനമായിട്ടും സൈറ്റോക്രോം P450 യൂസ് ചെയ്താൽ ഉണ്ടാവുന്ന അഡ്വാൻറ്റേജ്. ഓക്കെ, അപ്പൊ ഇതിനെയാണ് നമുക്കൊരു ബയോ കാറ്റലിസ്റ്റിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാം, സൈറ്റോക്രോം P450. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പറയുന്നത് ഗ്രീൻ കെമിസ്ട്രിയിലെ തന്നെ ഒരു ഇബ്യൂപ്രോഫിൻ എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റിന്റെ സിന്തസിസിനെ കുറിച്ചാണ്. ഇബ്യൂപ്രോഫിൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സാധാരണ പെയിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അത് നോൺ സ്റ്റീറോയിഡൽ ആയിട്ടുള്ള ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ് ആണ്. അത് പലപ്പോഴും പനി കുറയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യും, പെയിൻ കുറയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യും, ജോയിന്റ് പെയിൻ വരുന്ന അസുഖമില്ലേ ആർത്രൈറ്റിസ്, അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. ഇതൊക്കെ യൂസ് ചെയ്യുന്ന ഒരു നോൺ സ്റ്റീറോയിഡൽ ആയിട്ടുള്ള ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ് ആണ് NSAID എന്ന് പറയും, നോൺ സ്റ്റീറോയിഡൽ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ് ഇബ്യൂപ്രോഫിൻ. അപ്പൊ ഇത് ഡെവലപ്പ് ചെയ്ത് വന്ന ടെക്നിക്കിനെ അല്ലെങ്കിൽ ആ സിന്തസിസ് ഒരു കമ്പനിയാണ് ഡിസൈൻ ചെയ്തത്. 1960 ഇംഗ്ലണ്ടില് ഉള്ള ഒരു കമ്പനിയാണ് ബൂട്ട്സ് കെമിക്കൽ കമ്പനി. ആ കെമിക്കൽ കമ്പനി ഉണ്ടാക്കിയെടുത്ത ടെക്നിക്കിന് 6 സ്റ്റെപ്പുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അസറ്റലൈസേഷൻ ഓഫ് ഐസോബ്യൂട്ടൈൽ ബെൻസീൻ എന്ന് പറയുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് മുതൽ 6 സ്റ്റെപ്പ് വഴിയാണ് ഈ പറഞ്ഞ ഇബ്യൂപ്രോഫിൻ എന്ന് പറഞ്ഞ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു കെമിക്കൽ ഒരു മരുന്നും കൂടെയാണ് അത് ഉണ്ടാക്കിയെടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ ഗ്രീൻ കെമിസ്ട്രി വഴി ഒരു പുതിയ ടെക്നിക്ക് ഡെവലപ്പ് ചെയ്തു വന്നു. കുറച്ച് മാത്രം കെമിക്കൽസേ അവിടെ വേസ്റ്റ് ആവുള്ളൂ, ഹൈ ആറ്റം ഇക്കോണമി ഉണ്ട്, ഫൈനൽ പ്രോഡക്ട്സുകൾ കുറെ കൂടി സേഫ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഗ്രീൻ കെമിസ്ട്രി ടെക്നിക്ക് വഴിയാണ് ഇബ്യൂപ്രോഫിനെ ഇപ്പൊ പുതുതായിട്ട് സിന്തസൈസ് ചെയ്യുന്നത്.
അപ്പൊ ഇവിടെയും സ്റ്റാർട്ട് ചെയ്യുന്നത് അസെറ്റിലേഷൻ ഓഫ് ഐസോബ്യൂട്ടൈൽ ബെൻസൈൻ തന്നെയാണ്, പക്ഷെ അതിന്റെ ഇടയ്ക്കുള്ള സ്റ്റെപ്പുകൾ സ്കിപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ അൾട്രാസൗണ്ട് അസിസ്റ്റഡ് എസ്റ്ററിഫിക്കേഷനും അൾട്രാസൗണ്ട് അസിസ്റ്റന്റ് സപ്പോണിഫിക്കേഷനും ഒക്കെ ഇത് കൂടാതെ നമുക്ക് ഗ്രീൻ സിന്തസിസിന്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള എക്സാമ്പിൾ സിന്തസിസ് ഓഫ് ഇബ്യൂപ്രോഫിൻ ആണ്. ഇപ്പൊ 6 സ്റ്റെപ്സ് ഉണ്ടായിരുന്ന ഇബ്യൂപ്രോഫിനെ ഇപ്പം വളരെ കുറച്ച് കെമിക്കൽസ് മാത്രം യൂസ് ചെയ്യുന്ന, വളരെ കുറച്ച് മാത്രം വേസ്റ്റ് ആ ഇൻഡസ്ട്രിയിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു പുതിയ ഗ്രീൻ കെമിസ്ട്രിയെ ബേസ് ചെയ്തിട്ടുള്ള ടെക്നിക്കിലേക്ക് അല്ലെങ്കിൽ ഗ്രീൻ സിന്തസിസിലേക്ക് പോവുകയുണ്ടായി. ഓക്കെ, പിന്നെ അനദർ എക്സാമ്പിൾസ്, 2 എക്സാമ്പിൾസ് പറഞ്ഞത് അൾട്രാസൗണ്ട് അസിസ്റ്റഡ് എസ്റ്ററിഫിക്കേഷനും അൾട്രാസൗണ്ട് അസിസ്റ്റഡ് സപ്പോണിഫിക്കേഷനും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഗ്രീൻ കെമിസ്ട്രിയിലുള്ളത്. നല്ല രീതിയിൽ പഠിക്കുക, പരീക്ഷയ്ക്ക് എന്തായാലും എന്തെങ്കിലും ക്വസ്റ്റ്യനുകൾ ചോദിക്കും. അപ്പൊ കെമിസ്ട്രി നമ്മൾ പറഞ്ഞു ഒരു ഫുൾ ഫ്ലെഡ്ജ് ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ്. ഗ്രീൻ കെമിസ്ട്രി പുതിയ കോൺസെപ്റ്റ് ആണ്. അതിനെ നമ്മൾ സസ്റ്റൈനബിൾ കെമിസ്ട്രി എന്നാണ് പറയുക, കാര്യം ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കെമിസ്ട്രിയാണ്. ഓക്കെ, അപ്പൊ അതിന്റെ നീഡ് നമ്മൾ പറഞ്ഞു, ഗോൾസ് പറഞ്ഞു. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് 12 ബേസിക് പ്രിൻസിപ്പിൾസ് ആണ്. അപ്പൊ ആ 12 ബേസിക് പ്രിൻസിപ്പിൾസ് നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ ഗ്രീൻ സിന്തസിസ് എന്താണെന്ന് പഠിക്കുക. കെമിക്കൽ സിന്തസിസ് which use and generate non-hazardous substances and the production waste minimize ചെയ്യുകയും ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള സിന്തസിസിനെയാണ് നമ്മൾ ഗ്രീൻ സിന്തസിസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതിലെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, ബയോ കാറ്റലിസ്റ്റ് ആയ സൈറ്റോക്രോം P450 ആണ്. വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ബയോ കാറ്റലിസ്റ്റ് ആണ്. അപ്പൊ അതിന്റെ കാര്യം പറയുക. അതുപോലെ തന്നെ ഗ്രീൻ സിന്തസിസിന് നല്ലൊരു എക്സാമ്പിൾ ഇബ്യൂപ്രോഫിൻ ആണ്. 6 സ്റ്റെപ്സ് ഉള്ള ഇബ്യൂപ്രോഫിനെ നമ്മൾ 3 സ്റ്റെപ്പ് ഉള്ള ഗ്രീൻ സിന്തസിസ് ഉള്ള പുതിയൊരു സിന്തസിസ് പാറ്റേണിലേക്ക് കൊണ്ടുവന്നു. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗ്രീൻ കെമിസ്ട്രി. നമ്മുടെ പോർഷനും ഇവിടെ വെച്ച് കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഇനിയും നമ്മള് കണ്ടുമുട്ടും വീണ്ടും ഈ പോർഷൻ കഴിഞ്ഞാലും.